നമസ്കാരം. ജ്യോതിഷ ശ്രീമുരുക ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ധനഭാഗ്യയോഗം എങ്ങനെയാണെന്ന് നോക്കാം. ഒരാളുടെ ജാതകത്തിൽ 2ാം ഭാവാധിപൻ 11ാം ഭാവത്തിലും 11ാം ഭാവാധിപൻ 2ാം ഭാവത്തിലും പരസ്പരം പരിവർത്തനയോഗം ചെയ്തു നിന്നാൽ ധനഭാഗ്യയോഗം പറയാം. കൂടാതെ 11ാം ഭാവാധിപൻ ഉച്ചത്തിൽ നിൽക്കുമ്പോൾ ആ ഗ്രഹത്തിനെ വ്യാഴമോ ശുക്രനോ വീക്ഷിച്ചാൽ ധനഭാഗ്യം പറയാം. ഈ 2 യോഗങ്ങളും നിങ്ങളുടെ ജാതകത്തിൽ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ ധനവാനാകുന്നതിൻ്റെ ലക്ഷണമാണ്. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി.